ബൗളർമാരെ ശവപ്പറമ്പാക്കിയ തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിന് വെല്ലുന്ന തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന അത്യുഗ്രൻ മാച്ചിൽ ഇന്ത്യക്ക് 46 റൺസിന്റെ ജയം. ഇതോടുകൂടി 5 മത്സരങ്ങളുള്ള T20 പരമ്പര 4-1 ഇന്ത്യ തൂക്കിയിരിക്കുന്നു. ബാറ്റ്സ്മാൻമാരുടെ എങ്ങനെ പറയണം, ബാറ്റ്സ്മാൻമാരെ കയറി മെയ്യാന്നൊക്കെ പറയത്തില്ല, നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ. ഇന്ന് കണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ മലയാളികളൊക്കെ ഭയങ്കര ഭാഗ്യവാന്മാരാണ്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് അല്ലെങ്കിൽ സ്റ്റാഗറിങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ബാറ്റ്സ്മാൻമാരുടെ, പക്ഷെ ബൗളർമാരുടെ ശവപ്പുറമായിരുന്നു. അത് എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റുക, നമുക്ക് നേരിട്ട് പോയി കാണാൻ പറ്റുക എന്ന് പറയുന്നത് സച്ച് എന്ത് ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. നമ്മളൊക്കെ ഭയങ്കര ഭാഗ്യവാന്മാരാണ്. ഇത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ ക്രിക്കറ്റ് മാച്ച് നമുക്ക് കാണാൻ പറ്റിയതിൽ സച്ച് എ ബ്രില്യൻ മാച്ച് എന്നൊക്കെ പറയാം. അബ്സല്യൂട്ട്ലി സ്റ്റണ്ണിങ്. ഓ മൈ ഗോഡ്, ഇഷാൻ കിഷന്റെ പെർഫോമൻസ് 103 റണ്ണ് അടിച്ച് നിരപ്പാക്കി. ആ 103 റൺസിൽ അടിച്ച് നിരപ്പാക്കിയതിൽ 84 റൺസ് ബൗണ്ടറിയോട് കൂടിയാണ് അടിച്ചു തൂക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സൂര്യകുമാർ യാദവ് തൊട്ടു പുറകെയായിട്ട് 63 റൺസുമായിട്ട് തൊട്ടുപിറകെ സൂര്യകുമാർ യാദവ്. അതോടൊപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യയുടെ വെടിക്കെട്ട് ബാറ്റിംഗ് 17 ബോളിൽ 42 റൺസ്. പിന്നെ ആദ്യം തുടക്കമേ നമ്മുടെ അഭിഷേക് ശർമ്മയുടെ 30 റൺസും. ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ മൊത്തം റണ്ണ് 271 റൺസ്. അതായത് ഇന്ത്യയുടെ T20 മാച്ചസിലെ മൂന്നാമത്തെ ഏറ്റവും ഹയസ്റ്റ് സ്കോറിലേക്കാണ് ഇന്ത്യ എത്തിയിരിക്കുന്നത്. 271 റൺസ്. ഈ ഒരു ടോട്ടൽ പടുത്തുയർത്തുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഒരു കാരണവശാലും ന്യൂസിലൻഡിന് ചേസ് ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷേ നമുക്ക് തെറ്റി. ന്യൂസിലാൻഡിന്റെ ബാറ്റിംഗ് കണ്ടപ്പോൾ ഇത് കൈവിട്ട് പോവുമെന്ന് എല്ലാവർക്കും തോന്നി. അമ്മാതിരി അടിയായിരുന്നു ഫിൻ ആലന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ആലൻ അടിച്ചു കൂട്ടിയത് എത്ര 83 റൺസോ മറ്റോ ആലൻ അടിച്ചു കൂട്ടി. ഫിൻ ആലൻ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഒക്കെ പറയത്തില്ല. ഹർഷീപ് സിംഗിനെ ഫസ്റ്റ് 2 ഓവറിൽ തൂക്ക് ഒരു രക്ഷയില്ലാത്തത്. ആദ്യത്തെ 2 ഓവറിൽ ഹർഷീപ് സിംഗിനെ 40 റൺസോളം മറ്റോ അടിച്ചു കൂട്ടി. പക്ഷേ അതിലൊരു വിക്കറ്റ് ഇട്ടു. പക്ഷേ അവസാനത്തെ രണ്ടാമത്തെ സ്പെല്ല് വന്നപ്പോഴത്തേക്ക് 4 വിക്കറ്റാണ് ഹർഷീപ് സിംഗ് തൂക്കിയത്. ഫിൻ ആലൻ എടുത്തത് 80 റൺസാണ്. അതും വെറും 38 ബോളിലാണ് 80 റൺസ് എടുത്തത്. എൻ്റെ അമ്മ, ഇമാതിരി കളിയൊക്കെ നമുക്ക് കാണാൻ പറ്റുക എന്നൊക്കെ പറയുന്നത്, അതും നമ്മുടെ സ്വന്തം നാട്ടിൽ ഇങ്ങനെ ഒരു കളി കാണാൻ പറ്റുന്നത് നമ്മളൊക്കെ സോ ബ്ലെസ്ഡ്. ഇറ്റ്സ് സച്ച് എ ബ്രില്യൻ ഇന്നിങ്സ് അല്ലെങ്കിൽ സച്ച് എ ബ്രില്യൻ ക്രിക്കറ്റ് ഷോ ആയിരുന്നു നമ്മൾ ഇന്ന് മൊത്തത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. വേൾഡ് കപ്പ് വരുന്നതിന് മുന്നോടിയായിട്ടുള്ളൊരു വെടിക്കെട്ടാണ് നമ്മളെല്ലാവരും ഇന്ന് വിറ്റ്നസ് ചെയ്തത്. ഇഷാൻ കിഷന്റെ പെർഫോമൻസ് ഒരു കാരണവശാലും എടുത്ത് പറയാതിരിക്കാൻ പോകത്തില്ല. 84 റൺസ് ബൗണ്ടറി മാത്രം അടിച്ചു കൂട്ടി മൊത്തം 103 റൺസ് അടിച്ചു കൂട്ടുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അതും ഇഷാൻ കിഷനും സൂര്യകുമാർ യാദവും ചേർന്ന് ഒരു 10 ഓവറിന് ശേഷം ആയിരുന്നു കളി മാറിയ മാറ്റം. കാരണം ആദ്യത്തെ പവർ പ്ലേയിൽ ഇന്ത്യക്ക് അത്ര നല്ല സ്കോറായിട്ടൊന്നും കൂട്ടാൻ പറ്റിയില്ല. കാരണം ആദ്യത്തെ പവർ പ്ലേ കഴിയുമ്പോഴത്തേക്ക് 6 ഓവറിൽ 55 റൺസ് മാത്രമായിരുന്നു ഇന്ത്യക്ക്, 54 റൺസ് മാത്രമായിരുന്നു ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. അതിന് കഴിഞ്ഞ് അതും 6 മുതൽ 8 വരെയുള്ള ഓവറും പതുക്കെ തട്ടിയായിരുന്നു കളിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 10ാമത്തെ ഓവർ മുതലാണ് അടി തുടങ്ങിയത്. അതിന് 12ാമത്തെ ഓവർ പറഞ്ഞ സോധിയെ 29 റൺസാണ് ഇഷാൻ കിഷൻ അടിച്ച് നിരപ്പാക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് തൊട്ട് പുറകെ സൂര്യകുമാർ യാദവിൻ്റെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഇന്നിങ്സും കാണുന്നു. പക്ഷേ ഇത്തവണയും നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച സഞ്ജു സാംസൺ ഇത്തവണയും ശോഭിക്കാൻ സാധിച്ചില്ല. ഭയങ്കര വിഷമം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം പ്രത്യേകിച്ച് നമ്മുടെ എല്ലാവരുടെ നാട്ടിലാണ് കളി നടക്കുന്നത്. സഞ്ജുൻ്റെ ഓൺ ക്രിക്കറ്റ് ഗ്രൗണ്ടാണ്. അതും ആദ്യമായിട്ടാണ് കളിക്കാൻ നടക്കുന്നത്. ഒരുപാട് പ്രതീക്ഷയോടെയാണ് നമ്മളെല്ലാം കാത്തിരുന്നത്. സഞ്ജു സാംസൺ ഇത്രയും ഒരുപാട് പ്രഷർ ഉണ്ടായിരുന്നു. ഓൺ ഗ്രൗണ്ടിൽ കളിക്കുന്നതാണ്, ഈ ഇന്നിങ്സിൽ ഫോം ഔട്ടുകളാണ് ഈ മൊത്തം, അല്ലെങ്കിൽ 2 സീരിയസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന മൊത്തം ഫോം ഔട്ടാണ്. അതുകൊണ്ട് തന്നെ നല്ല പ്രഷറിലാണ് സഞ്ജു കളിക്കാൻ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ 6 റൺസ് മാത്രമാണ് സഞ്ജുവിന് എടുക്കാൻ പറ്റിയത്. ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. പക്ഷേ അത് ആ ഒരൊറ്റ ഇന്നിങ്സ് അല്ലെങ്കിൽ സഞ്ജുവിൻ്റെ കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ആഘോഷിക്കാനുള്ളൊരു ആഘോഷിക്കാനുള്ള വേറെ രീതിയിലുള്ളൊരു ചെലവ് തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ ടീം നമുക്ക് കേരളീയർക്ക് സമ്മാനിച്ചത്. ഇത്രയും നല്ല ബ്രില്യൻ്റ് ഇന്നിങ്സ് ആയിരുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ന്യൂസിലൻഡിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ അതേ നാണയത്തിൽ തന്നെ ഫിൻ ആലൻ ഒറ്റയ്ക്ക് തോളിലേറി. പക്ഷെ ഒരു സപ്പോർട്ട് അപ്പുറത്തുനിന്ന് ആരുടെയെങ്കിലും ഭാഗത്തുനിന്നെങ്കിലും, ഫിലിപ്സിന്റെ ഭാഗത്തുനിന്നോ മിച്ചലിന്റെ ഭാഗത്തുനിന്നോ ഒരു നല്ലൊരു ഇന്നിങ്സ് നമ്മുടെ ഫിൻ ആലന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും ഒരു പക്ഷേ റിസൾട്ട് മാറാം. നിങ്ങളൊന്ന് ആലോചിച്ചുകൊണ്ട് 496 റൺസാണ് 2 ഇന്നിങ്സിലും കൂടെ T20 മത്സരത്തിൽ പറഞ്ഞേക്കുന്നത്. 2 ടീമും കൂടെ അടിച്ചു കൂട്ടിക്കുന്നത് 496 റൺസ്. 271 റൺസ് എടുത്തിട്ടും ഇന്ത്യക്ക് 46 റൺസിന് ജയിക്കാൻ പറ്റിയിട്ടുള്ളതെന്നുള്ളത് മറ്റൊരു കേസ്. പിന്നെ ഹർഷീപ് സിംഗിന്റെ 5 വിക്കറ്റും കൂടിയാണ് എടുത്തു
പറയാനുള്ള. ഇതൊക്കെയാണ് മത്സരത്തിൽ നടന്നത്. ഫൊഗ്യൂസിനെ എന്തുകൊണ്ട് നേരത്തെ ഇവർ കൊണ്ടുവന്നില്ല എന്ന് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം ഫൊഗ്യൂസിന് നല്ല ബ്രില്യൻ്റ് ആയിട്ട് ബൗൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് ആണെങ്കിലും സഞ്ജു സാംസന്റെ വിക്കറ്റ് ആണെങ്കിലും കൃത്യമായ ഇടവേളയിൽ ആദ്യമേ എറിഞ്ഞിടാൻ പറ്റി. പക്ഷേ ജെമിസനൊന്നും കൂടുതലായിട്ടൊന്നും ഒരു രീതിയിലുള്ള സപ്പോർട്ടും ന്യൂസിലാൻഡ് ബൗളർമാർക്ക് ബാക്കിയുള്ളവർക്കും ക്യാപ്റ്റൻ ആണെങ്കിൽ സാറിനൊക്കെ അടി മേടിച്ച് കൂട്ടുകായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു രീതിയിലുള്ള സപ്പോർട്ട് ഫൊഗ്യൂസിന് കൊടുക്കാൻ പറ്റിയിട്ടില്ല. കൊടുക്കാൻ പറ്റിയിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇന്ത്യ ഒന്ന് ഒരു 230-240 റൺസിൽ തളയ്ക്കാൻ പറ്റുമായിരുന്നു. എങ്കിൽ റിസൾട്ട് ചിലപ്പോൾ മാറിയേനെ അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ, അല്ലാതൊന്നും പറയുന്നില്ല. കാരണം ഫിൽ ആലന് ഒരു നല്ല രീതിയിലുള്ള സപ്പോർട്ട് ബാക്കിയുള്ളവരുടെ ഭാഗത്തുനിന്നും ബാറ്റ്സ്മാൻമാരുടെ ഭാഗത്തുനിന്നും കിട്ടിയിട്ടില്ല. എന്തായാലും എൻഡ് റിസൾട്ട് ഇങ്ങനെയാണ്. 4-1 ഇന്ത്യ പരമ്പര തൂക്കിയിരിക്കുന്നു. ഒന്നോർക്കണം, 1 ഡേ സീരീസ് 2-1 തൂക്കിയ ന്യൂസിലൻഡിന് കൃത്യമായി T20 ടീം പകരം ചോദിച്ചിരിക്കുന്നു. അതും നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള സീരീസ് വിക്ടറി എന്നൊക്കെ പറയാം. ഒരു രീതിയിലും കഴിഞ്ഞ മാച്ചിൽ 50 റൺസിന് തോറ്റത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ സീരീസും എല്ലാ മാച്ചസും ഒന്നിലധികം മികച്ച പെർഫോമൻസുമായിട്ടായിരുന്നു ഇന്ത്യ ഇത് ചെയ്തത്. അതുകൊണ്ട് തന്നെ T20 വേൾഡ് കപ്പിലേക്കുള്ള ടീം ഓൾമോസ്റ്റ് ഓൾറെഡി ഓൾ സെറ്റാണ്. എന്തായാലും ഇതിൽ നിന്ന് മാറ്റാൻ പോകുന്നത് സഞ്ജു സാംസൺ മാത്രമായിരിക്കും. തിലക് വർമ്മ ആയിരിക്കും മിക്കവാറും ബാക്ക് ടു ടീമിലേക്ക് വരിക. സോ സഞ്ജു സാംസന് ഇനി എന്തായാലും ഒരു വേൾഡ് കപ്പിൽ എന്തായാലും കളിക്കാൻ പറ്റില്ല. ഇനി IPL വരുന്നുണ്ട്. IPL കളിച്ച് തൻ്റെ ഫോം വീണ്ടെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ ഇനി ഇന്ത്യൻ ടീമിലേക്ക് സഞ്ജു സാംസന് തിരിച്ചെത്താൻ പറ്റത്തുള്ളൂ. സോ എന്തായാലും ഇത്രയും നല്ലൊരു ബ്രില്യൻ്റ് T20 സീരീസ് അവസാനിക്കുമ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്ത ഫെബ്രുവരി. അതായത് ഇനി വെറും 7 ദിവസം 1 വീക്ക് മാത്രമേ ഉള്ളൂ നമ്മുടെ T20 വേൾഡ് കപ്പ് തുടങ്ങുന്നതിനായിട്ട്. എല്ലാവർക്കും കാത്തിരിക്കാം. അടുത്ത വെടിക്കെട്ടൊക്കെ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള അതും 15-ാം തീയതി ഇന്ത്യ പാകിസ്ഥാൻ മാച്ചാണ്. സോ വി ആർ all excited to watch India-Pakistan match. അപ്പോൾ ഇതൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓൾസോ ഇഫ് യു ലൈക്ക് ദ വീഡിയോ ലൈക്ക് ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.